മെറ്റീരിയൽ ഡിമാൻഡ് എടുക്കുക, ആഡ് മെറ്റീരിയൽ ഡിമാൻഡ് കൊടുക്കുക, ഓൺ സ്റ്റോൾ സെലക്ട് ചെയ്യുക. കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ എല്ലാം ഓട്ടോമാറ്റിക്കലി അത് ഫില്ലാവും. നമുക്ക് വേണ്ടത് എന്നത്തേക്കാണോ ഇത് വേണ്ടത് ആ ഡേറ്റ് അടിച്ചു കൊടുക്കുക. ഇത് ഫ്യൂച്ചർ ഡേറ്റ് ആവാം, ഫ്യൂച്ചർ ഡേറ്റേ ആവാവുള്ളൂ. ഇപ്പം ടെസ്റ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ പഴയ ഡേറ്റും ഇട്ട് കൊടുക്കാം. അപ്പം ബൈ ഡിഫോൾട്ട് ഓൺ സ്റ്റോൾ ആയത് കാരണം പർപ്പസ് ഇവിടെ തനിയെ മെറ്റീരിയൽ ട്രാൻസ്ഫർ വന്നോളും. അതിനുശേഷം എന്താണോ മെറ്റീരിയൽസ് വേണ്ടത് അത് ആഡ് ചെയ്യുക. ഇത് സേവ് ചെയ്യുക. ഇത് ഫൈനലാണെങ്കിൽ ഇതിനെ ലോക്ക് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടി സേവ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിനെ ഒരു മെറ്റീരിയൽ റിക്വസ്റ്റ് ആക്കണം. അതിന് ക്രിയേറ്റ് മെറ്റീരിയൽ, ഓൺ സ്റ്റോളിന് എപ്പോഴും മെറ്റീരിയൽ റിക്വസ്റ്റ് മാത്രമേ വരുള്ളൂ. മെറ്റീരിയൽ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം മെറ്റീരിയൽ റിക്വസ്റ്റ് ക്രിയേറ്റഡ്. തിരിച്ച് നമുക്ക് ഹോമിൽ പോയാൽ ഹോർട്ടികോപ്പിൽ മെറ്റീരിയൽ റിക്വസ്റ്റ് ഇവിടെയുണ്ട്. അപ്പം ഇന്ന് ക്രിയേറ്റ് ചെയ്ത മെറ്റീരിയൽ റിക്വസ്റ്റ് മാത്രം മതിയെങ്കിൽ ഇവിടെ ഒരു ഫിൽറ്റർ കൊടുക്കാം, ക്രിയേറ്റഡ് ഓൺ ടൈം സ്പാൻ ടുഡേ. അപ്പം ബൈ ഡിഫോൾട്ട് നമ്മളുടെ ബ്രാഞ്ചിൻ്റെ മെറ്റീരിയൽ റിക്വസ്റ്റേ ഇവിടെ വരുള്ളൂ. ഇപ്പോൾ ടാർഗറ്റ് വെയർഹൗസ് പേട്ടയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് നമ്മളുടെ TPCയുടെ വെയർഹൗസ് ആയിരിക്കും. ടാർഗറ്റ് വെയർഹൗസ് ആ ഓൺ സ്റ്റോളിൻ്റെ വെയർഹൗസ് ആയിരിക്കും. നമ്മുടെ ബ്രാഞ്ച് ഇൻഫർമേഷനും ഇവിടെ ഉണ്ടായിരിക്കും. അതുകൂടാതെ നമ്മൾ നേരത്തെ ഡിമാൻഡിലടിച്ച മെറ്റീരിയൽസിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ കാണും. ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ്, എന്തെങ്കിലും അഡീഷണൽ മെറ്റീരിയൽ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് സേവ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്കിത് പിക്ക് ചെയ്യാനായിട്ടുള്ള പ്രിൻ്റ് എടുക്കണം. അതിന് ഈ പ്രിൻ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് HC മെറ്റീരിയൽ റിക്വസ്റ്റ് എന്നുള്ള ഫോമാറ്റ് എടുക്കുക. ഈ പ്രിൻ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിന് റെസ്പെക്റ്റീവ് ഒന്നിൽ PDF-ലോട്ടോ അല്ലെങ്കിൽ പ്രിൻ്ററിലോട്ടോ അത് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. ചെയ്യേണ്ടത്, പിക്ക് ചെയ്യുന്നവർ ഈ പിക്ഡ് ക്വാണ്ടിറ്റിയിൽ, പിക്ഡ് കോളത്തിൽ എത്രയാണോ അവർ തൂക്കമെടുത്തത് ഇവിടെ ഫില്ല് ചെയ്യും. അതുകൂടാതെ എന്തെങ്കിലും അഡീഷണൽ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഇവിടെ എഴുതി ചേർക്കാവുന്നതാണ്. അതുകൂടാതെ ഇതിനകത്ത് ഇപ്പോൾ തക്കാളി എടുക്കുന്നില്ലെങ്കിൽ അവർക്കത് വെട്ടാവുന്നതും കൂടെയാണ്. അതിനുശേഷം ആരാണോ പിക്ക് ചെയ്തത് അവരുടെ പേര് ഇവിടെ ഫില്ല് ചെയ്യാം. അതുകൂടാതെ ആരാണോ എത്ര ക്രേറ്റ്സ് ഉണ്ടെന്ന് ഇവിടെ ഫില്ല് ചെയ്യാം. സെയിൽസ്മാൻ്റെ ഇൻഫർമേഷൻ, സൂപ്പർവൈസർ അവരുടെ ഒപ്പും പേരും, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ മാനേജറുടെ ഒപ്പും പേരും ഇവിടെ ഇടാവുന്നതാണ്. അതിനുശേഷം തിരിച്ചിവിടെ വന്ന് ഇവിടെ ഇപ്പം പിക്ക് ചെയ്തുകൊണ്ട് വന്നത് ചില്ലി 2.5 ആണെങ്കിൽ ഇത് തിരുത്താം. ഇങ്ങനെ ഇത് 1.75 ആണ്. തക്കാളി എടുത്തില്ല. അപ്പം തക്കാളി ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാം. അതിന് പകരം വേറെ ഏതെങ്കിലും ഐറ്റമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയും ആഡ് ചെയ്യാം. അതിനുശേഷം സേവ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ DC അടിക്കലാണ്.
ഡെലിവറി ഇത് ഇങ്ങോട്ട് ഈ വെയർ ഹൗസിൽ നിന്നും സോഴ്സ് വെയർ ഹൗസിൽ നിന്നും ടാർഗറ്റ് വെയർ ഹൗസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ്. ക്രിയേറ്റ് മെറ്റീരിയൽ ട്രാൻസ്ഫർ. ഈ മെറ്റീരിയൽ ട്രാൻസ്ഫറിൽ നേരത്തെ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം അതേപോലെ വരും. ഇവിടെ പിക്ക് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഇൻഫർമേഷൻ ലേറ്റർ ഓൺ വരും. അപ്പോൾ അതും കൂടെ ഇതിനകത്തായിരിക്കണം ഫില്ല് ചെയ്യേണ്ടത്. പക്ഷേ ബാക്കി എല്ലാം ഇൻഫർമേഷൻ ഇതിപ്പോൾ നമുക്ക് 1-ാം തീയതിയാണ് 1-ാം തീയതി, അല്ലെങ്കിൽ ഇപ്പോൾ 14-ാം തീയതി ഇന്നത്തെ ഡേറ്റ് ആണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഇട്ട് നമുക്ക് ഇത് ചെയ്യാം. അതിനുശേഷം ഇപ്പം ഈ ഡേറ്റ് ഇപ്പം ടെസ്റ്റ് ചെയ്യുന്നത് തിരുത്തണമെങ്കിൽ നമുക്ക് പുറകോട്ട് ഇടാവുന്നതാണ്. സേവ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പം ഈ മെറ്റീരിയൽ തിരുവനന്തപുരം DPC നിന്നും പേട്ട ഓൺ സ്റ്റോളിലോട്ട് ട്രാൻസ്ഫറായി. ഇതിൻ്റെ ലെഡ്ജർ കാണണമെങ്കിൽ നമുക്കിവിടെ കാണാം. ഇവിടെ തിരുവനന്തപുരം DPCയിൽ ഇത്രയും കുറഞ്ഞു, ഓൺ സ്റ്റോളിൽ ഇത്രയും കൂടി. ഇങ്ങനെയാണ് ഒരു മെറ്റീരിയൽ ട്രാൻസ്ഫർ DC സെറ്റ് ചെയ്യുന്നത്.